നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം, പ്രതി കേതൽ ജെൻസൺ രാജയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായി. പ്രോസിക്യൂഷന്റെ വാദവും പൂർത്തിയായി, പ്രതിഭാഗത്തിന്റെ വാദവും പൂർത്തിയായി. പ്രോസിക്യൂഷന്റെ വാദം നമ്മൾ നേരത്തെ കൊടുത്തതാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നുള്ളൊരു ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് വീണ്ടും പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന ഒരു വാദമാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം പറഞ്ഞത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നം ഇല്ല എന്ന് കാട്ടി മാനസികാരോഗ്യ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടുകളെല്ലാം വ്യാജമാണ്. മാത്രമല്ല പോലീസ് ഇതൊരു കള്ളക്കേസാണ് ചമച്ചിരിക്കുന്നത്. ആ കള്ളക്കേസിന് ഈ ഒന്നാം സാക്ഷി കൂട്ടുനിന്നു, അതിന് അവർക്ക് പാരിതോഷികം പോലീസ് പ്രത്യേകം നൽകുകയും ചെയ്തു എന്നുള്ളൊരു വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചത് ഈ മാനസിക പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയാണ് കൃത്യമായ ആസൂത്രണത്തോടെ ഒരു 4 കൊലപാതകം ചെയ്യുന്നത് എന്നാണ്. കാരണം ഈ പ്രതിയുടെ എല്ലാ ചെയ്തികളിലും കൊലപാതകത്തിന് ഉള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതിലും കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിലും കൃത്യമായ ആസൂത്രണം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കേതൽ ജെൻസൺ രാജയുടെ ശിക്ഷാവിധി 1:15 കോടതി പറയും. 1:15 കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി കോടതി ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ശക്തമായ വാദമാണ് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് നടന്നത്. പ്രതി ഒരു തരത്തിലും കരുണ അർഹിക്കുന്നില്ല, മാനസാന്തരത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത പ്രതിയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതിനൊപ്പം തന്നെ 3-4 കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളുണ്ട്. പക്ഷേ പാലൂട്ടി വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ അടക്കം, ഒരു വൃദ്ധയായ സ്ത്രീ അടക്കം കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയുള്ളൊരു പ്രതിയെ എങ്ങനെയാണ് സമൂഹത്തിൽ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് മോശം അല്ലെങ്കിൽ ഒരു എതിർ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കൊല്ലുകയാണോ വേണ്ടത് എന്നും പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും കോടതി 2 ഭാഗത്തുള്ള വാദങ്ങൾ കേട്ടു. അതുകൊണ്ട് അതിനുശേഷം ശിക്ഷാവിധി 1:15 പറയും എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഈ വധശിക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന വാദം. പ്രജിഷ, അനന്തൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വഴിക്ക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനങ്ങളും ഒക്കെ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേതലിന്റെ ഭാഗത്ത് നിന്ന്, അതായത് മാനസിക പ്രശ്നം അടക്കമുണ്ടെന്ന് പറഞ്ഞു, ആഭിചാരം എന്ന വാദം. പക്ഷേ അതിലേക്കൊന്നും സഞ്ചരിക്കാതെ പോലീസ് വളരെ കൃത്യമായി ഈ കേസിന്റെ പുറകെ പോയി ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചു. എല്ലാ രീതിയിലും അന്വേഷണം പൂർത്തിയായപ്പോൾ എത്രത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വാദമുഖങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പരമാവധി ഒരു ശിക്ഷയിലേക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഈ കേസിന്റെ ഗൗരവമൊക്കെ പരിഗണിച്ച് സാധാരണ കേസുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ കേസിനെ കുറച്ചുകൂടി ഗൗരവത്തോടെ എങ്ങനെ കാണാനാണ് സാധ്യത? പ്രതീഷ്, നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. മാത്രമല്ല ഈ കേസിൽ പ്രതി കേതൽ ജെൻസൺ രാജ പിടിയിലാകുമ്പോൾ അയാൾ ആദ്യം നൽകിയ മൊഴി ഇത് താൻ ആഭിചാരക്രിയയുടെ ഭാഗമായി, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു മാന്ത്രിക വിദ്യയുടെ ഭാഗമായിട്ട് താൻ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊന്നു എന്നാണ്. അത് പോലീസ് ആദ്യം അതൊരു കള്ളക്കഥയാകാനാണ് സാധ്യതയെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയിയെ കൊണ്ട് ഏതാണ്ട് 2 മണിക്കൂറോളം പ്രതിയുമായിട്ട് സംസാരിപ്പിച്ചു. അതിനുശേഷം പല രീതിയിൽ ഈ ഡോക്ടർ മോഹൻ റോയ് പ്രതിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രതി ഡോക്ടറോട് തന്നെ വെളിപ്പെടുത്തിയത് താൻ പോലീസിനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ പറഞ്ഞത്. അതൊന്നുമല്ല, തനിക്ക് അച്ഛനും അമ്മയോടുമുള്ള പക ദീർഘകാലമായിട്ടുണ്ട്. അവർ തന്നെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് കുടിയേറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് താൻ കൊല്ലാൻ ശ്രമിച്ചത്. പിന്നീട് അതോടുകൂടി പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി. പിന്നീട് പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്ന ഒരു അന്വേഷണ രീതിയിലേക്കാണ് പോയത്. അതായത് പ്രതിയുടെ സാഹചര്യ തെളിവുകൾ, ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, പ്രതി ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച 2 മഴു അത് ഓൺലൈനിൽ വരുത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതിനൊപ്പം തന്നെ പ്രതി ഈ കൊലപാതക രീതി പഠിച്ചത് ഒരു വീഡിയോ ഗെയിം കണ്ടുകൊണ്ടാണ്. ആ വീഡിയോ ഗെയിം നിരന്തരം കാണുകയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല പ്രതി ഈ വിചാരണ നേരിടുന്നതിന് തൊട്ടു മുൻപ് കോടതി പ്രതിയുടെ മാനസികാരോഗ്യ നില പരിശോധിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചു. ആ മെഡിക്കൽ ബോർഡ് പ്രതിയെ വിശദമായി പരിശോധിച്ച ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഒരു തരത്തിലുമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രതിക്കില്ല, അത് കൊലപാതകത്തിന് മുൻപുമില്ല ശേഷവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിചാരണ നേരിടാൻ പൂർണ്ണ ആരോഗ്യവാനാണ് പ്രതി എന്നുള്ള റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 ഈ പ്രതിയുടെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ഏതായാലും പ്രോസിക്യൂഷന്റെ വാദത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ
പോലും പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കാവുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിചാരണ ഘട്ടത്തിൽ ഒരിടത്തും പ്രതി മാനസികാരോഗിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു എവിഡൻസും നൽകുന്നതിൽ പ്രതിഭാഗം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ പ്രതിയുടെ ശിക്ഷാവിധിയിലുള്ള വാദമാണ് നടന്നത്. അതിൽ പ്രധാനമായും സ്വന്തം കുടുംബത്തിലെ 4 പേരെ അരുംകൊല ചെയ്ത പ്രതിക്ക് ഒരു കരുണയും നൽകരുത് എന്നുള്ള ശക്തമായ നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കേതൽ ജെൻസൺ രാജയ്ക്ക് സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയെയും ഒരു വൃദ്ധയെയും കൊലപ്പെടുത്തിയ കേതൽ ജെൻസൺ രാജയ്ക്ക് അയാളുടെ ഹീനകൃത്യത്തിന് എന്ത് ശിക്ഷയാണ് കോടതി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് 1:15 അറിയാൻ കഴിയും. പ്രജിഷ്.